ഇന്ന് ഇച്ചിരി അമ്മ സ്പെഷ്യൽ മീൻകറി കണ്ടാലോ? എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോ അമ്മയുടെ മീൻകറിയും കറികളും ഒക്കെ കൂട്ടാൻ തോന്നും. ഞാൻ എത്ര വെച്ചാലും അമ്മ വെക്കുന്ന കറിയുടെ അത്രയും വരത്തില്ലേ. മോൻ എപ്പോഴും പറയും, "അമ്മ എന്തോ കറിയാ ഇതൊക്കെ വെക്കുന്നെ? കറിയൊക്കെ കൂട്ടണേ ചന്ദ്രിയമ്മൂമ്മയുടെ കറി കൂട്ടണമെന്ന്." അപ്പൊ ഞാൻ പറയാറുണ്ട്, "നീ അങ്ങോട്ട് പോയി നിൽക്കെടാന്ന്." അമ്മ എങ്ങനെയാ ഇത് വെക്കുന്നതെന്ന് ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല. മറ്റേതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അമ്മ എന്റെ വീട്ടിലോട്ട് പുനലൂരോട്ട് വന്ന് നിൽക്കുമായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് ചെറിയ വയ്യാഴികയൊക്കെ ഉണ്ടായോണ്ട് ഞാനായിട്ട് തന്നെ പറയും, പിന്നെ ആവട്ടെ ഇപ്പൊ വരണ്ടാന്ന്. വന്നാ അടങ്ങിയിരിക്കത്തില്ല. വേറൊന്നും കൊണ്ടല്ല, വന്ന് അയ്യോ മിറ്റോ ഒക്കെ ചെത്തി വൃത്തിയാക്കി, എന്തോ പറയുന്ന വീടില്ല തറയിലിരുന്ന് ചോറുണ്ണ അതുപോലെ അങ്ങ് വൃത്തിയാക്കി ഇടും. അടങ്ങിയിരിക്കത്തേ ഇല്ല. അപ്പൊ വയ്യാത്തത് കൊണ്ട് ഞാൻ സമ്മതിക്കത്തില്ല. അതിപ്പോ തൊഴിലുറപ്പിന് പോയിട്ട് വന്നപ്പോഴാ ഞാൻ സന്ധ്യ രാത്രിയായി ഞാൻ കയറി ചെന്നപ്പോ പാവം അപ്പോഴേ മഴയും ഉണ്ട്. അതെടുത്ത് ഞാൻ പിന്നെ ചൂര പീസാക്കിയാ മേടിച്ചോണ്ട് പോയതേ. അമ്മ അത് അപ്പോഴേ തന്നെ കഴുകി വൃത്തിയാക്കി ചടപടാന്ന് ഞാൻ തേങ്ങ തിരുമ്മി കൊടുത്തോന്ന് തോന്നുന്നു. എന്തുവാന്നോ എന്തോ, അതോ ഇനി നമ്മൾ ചെയ്യുന്ന കണ്ട ചെയ്യിപ്പിക്കത്തില്ല. വേണ്ട വേണ്ടാന്ന് പറയും. വയ്യായ്ക ഉണ്ടേലും തന്നെ അങ്ങ് ചെയ്തോളും. എല്ലാം നിമിഷ നേരം കൊണ്ട് മുളകുപൊടി, മല്ലിപ്പൊടിയൊക്കെ വാരി വിതറി തേങ്ങ അരച്ച് അതിനകത്തോട്ട് കറി കലക്കി കൂട്ടി വെക്കുന്ന കണ്ടേ. എല്ലാം അരച്ച് വെച്ചിട്ടേ അവിടൊക്കെ ആണെങ്കിൽ ഈ കറിവേപ്പിലയൊക്കെ അവർ പിച്ചി സൂക്ഷിച്ച് വെക്കണ്ട. മിറ്റത്ത് തന്നെ നിപ്പുണ്ട്. നല്ല മഴ ഉണ്ടായിട്ട് പോലും ഓടിപ്പോയി വിറകടുപ്പില്ല അമ്മ ഇത് വെക്കുന്നത്. അതിന്റെ രുചിയാണോന്ന് എനിക്ക് അറിയത്തില്ല. അതോ ഇനി അമ്മയുടെ കൈപ്പുണ്യാണോ? അപ്പൊ ഓടിപ്പോയി കറിവേപ്പിലയും പിച്ചി കൊണ്ടുവന്ന് അതിനകത്തോട്ട് ഇട്ടേ. അപ്പൊ ചേച്ചി കുറച്ച് പിള്ളേർ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അതുങ്ങൾ മേളിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്തോ ഒരു സ്നേഹമാണെന്നറിയാവോ അതുങ്ങൾക്ക്. ആ ഒരു എന്താ പറയുന്നത്, ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്നേഹിക്കാനേ. അല്ലാതെ ചുമ്മാ വലിഞ്ഞു കയറി ഒരിടത്ത് ചെന്നാൽ നമുക്ക് ഒരു വിലയും ഉണ്ടാവത്തില്ലെന്ന് ഇപ്പൊ ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുവാന്നേ. നേരത്തെയൊക്കെ ഞാൻ എത്ര വന്നാലും പഠിക്കുന്നത്. ഇതെന്റെ ദക്ഷ കൺമണിയൊക്കെയാണ്. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേന്നാ എല്ലാരും പറയുന്നത്.